വരണോ ഇന്ദ്രേട്ടാ? കുറച്ചു ദിവസം എനിക്കിവിടെ നിന്നാ കൊള്ളാന്നുണ്ട്. അത് വേണോ അനു? അമ്മ അവിടെ അടഞ്ഞു നിൽക്കുക. നീ ഇന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ നീയും ഇവിടെ ഉള്ളൊരു ഒപ്പം ചേർന്ന അമ്മ വിചാരിക്കും. അവിടെ വന്നാലും അമ്മയെ ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്ദ്രേട്ടാ. ദയ കുറച്ചു മുമ്പ് ആരോടും ഒന്നും പറയാതെ ശബരിയുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൾ ആ പോസ്റ്റ് പിൻവലിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ പോട്ടേനു. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ? ദയയുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് നമുക്ക് അമ്മയോട് പറയാം. അച്ഛൻ അതേനു, നീയായിട്ടൊന്നും ചെയ്തതല്ലോ. അത് മനസ്സിലാക്കാൻ സുശീലയ്ക്ക് കഴിയണം. ഇപ്പൊ ചെന്ന് പറഞ്ഞ അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ. നാളെ ആവട്ടെ. അമ്മയുടെ മനസ്സൊന്ന് തണുത്ത ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അത് വേണ്ടനു. ഞാൻ എന്തായാലും വന്നില്ലേ, നമുക്കിപ്പോ തന്നെ പോവാം. ഇന്ദ്രേട്ടൻ വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നിട്ട് വണ്ടി എടുത്ത് തിരിച്ചു പോയിക്കോ. നാളെ ഞാൻ അങ്ങോട്ട് വന്നോളാം. അച്ഛാ, അതല്ലേ നല്ലത്? അത് വേണ്ട മോളെ, നീ ഇന്ന് തന്നെ പോയിക്കോ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാ ഇന്ദ്രൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. ഇനി നീ സുശീലയുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാ അവള് വീണ്ടും പഴയ സുശീലയായി മാറും. അതുകൊണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ എങ്ങനെയായിരുന്നു അതേ സ്റ്റാൻഡിൽ തന്നെ നീ നിൽക്കണം. അത് തന്നെ. അമ്മ നേട്ടത്തിന് വേണ്ടി മാത്രം നിന്നോട് സ്നേഹം കാണിക്കുന്നെങ്കിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ അമ്മ വീണ്ടും പഴയ ആളാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിന്റേതല്ലാത്ത കാരണത്താൽ അമ്മയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് അമ്മ വീണ്ടും നിനക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ നീയും നിന്റെ രീതികൾ മാറ്റേണ്ടി വരും. ഇന്ദ്രേട്ടാ, അതൊക്കെ ആ സമയത്ത് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അമ്മയ്ക്ക് എന്ത് മാറ്റങ്ങളാ ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നീ ഇനിയുള്ള സമയങ്ങളിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടാവണം അനു. സുശീലയ്ക്ക് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനുള്ള അവസരം നീയായിട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് അച്ഛൻ പറയുന്നത്. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ഇന്ദ്രേട്ടാ, ഞാൻ ഇപ്പൊ വരാം. പോയിട്ടോ. ഇന്ദ്ര, സമയമുണ്ടെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. വേണ്ടച്ച, പെട്ടെന്ന് പോകാം. അതാ നല്ലത്. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അനുവിന് കഴിയുമെങ്കിൽ അതും നല്ലതല്ലേ? അതെ, സുശീലയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമായിരിക്കും. ശരി, പോവാം. ഇറങ്ങാം. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, പോയിരു. ശരി അച്ഛാ, വാ. എന്താ എല്ലാരും കൂടി ഉമ്മർത്ത് വന്ന് നിൽക്കുന്നേ? ഞങ്ങള് വരുന്നത് കാത്തു വെക്കായിരുന്നു. അങ്ങനൊന്നില്ല ഏട്ടത്തി. ഏട്ടത്തി അവിടെ നിർത്തി അമ്മ പിണങ്ങി വന്നതല്ലേ. അവിടെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നോർത്ത് ചെറിയൊരു ടെൻഷൻ. ഏയ്, അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? പിന്നെ ദയ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോ അമ്മ ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ. ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കാന്ന് കരുതി അവിടെ നിന്നേ ഉള്ളൂ. അമ്മ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ദയ ഇറങ്ങി. ഞാൻ അനുവിനെ വിളിക്കാൻ പോയത് നന്നായി. ദയയില്ലാതെ അനു വെറുതെ അവിടെ നിന്നിട്ട് എന്തിനാ? ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? പിന്നെന്താ, ഞങ്ങളും കഴിച്ചിട്ടില്ല. ഞാൻ അത്താഴം എടുത്തു. ചെല്ല്.
അനുചേച്ചി, ദയ ആ പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറായോ? ഇല്ല ശ്യാം, അവൾ ആർക്കും വഴങ്ങില്ലെന്ന വാശിയില്ല. ഡേ, അത് അവളുടെ മാത്രം വാശിയൊന്നും അല്ല. അവളുടെ പിന്നില് നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളെല്ലാരും വെച്ചാ അമ്മ ആരെ ഉദ്ദേശിക്കുന്നേ? നീയും നിന്റെ കുടുംബം അടങ്ങുന്ന മൊത്തം പേര്. എന്റെ അമ്മ വീണ്ടും പഴയ സ്വഭാവം കാട്ടല്ലേ? ഞങ്ങളിപ്പോ അനുവിന്റെ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് നല്ല വിഷമമുണ്ട്. വിഷമം? ആനന്ദമാഷിന്റെ മക്കളെ, അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കുന്ന ഞാൻ വിശ്വസിക്കില്ല ഇന്ദ്ര. അച്ഛനും മക്കളും ഒരു അവസരം കിട്ടിയപ്പോഴേ എന്നോട് പണ്ടേയുള്ള പക തീർക്കുക. ഉയരത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പെട്ടെന്ന് കാലുവാരി താഴെയിട്ടാ സുശീല നടുവൊടിഞ്ഞ് വീഴുമെന്ന് അവർക്കറിയാം. അമ്മേ, ദൈവദോഷം പറയരുത്. കുറച്ചു സമയം മുൻപ് വരെ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചവരാ ഏടത്തി. ഇപ്പോഴും ഏടത്തി അമ്മയ്ക്ക് വേണ്ടി വാദിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്തുണ്ടായടാ? നാളെ ഇവളുടെ അനിയത്തി കാരണം എനിക്കുണ്ടാവാൻ പോകുന്ന നാണക്കടിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ടോന്ന് ആദ്യം അതുണ്ടാവട്ടെ, അതുണ്ടാക്കട്ടെ ഇവള്. ഇല്ലെങ്കിലേ ഇതുവരെ ഇവൾ എന്നോട് കാണിച്ചൊക്കെ അഭിനയമാണെന്നേ ഞാൻ പറയൂ. വെറും അഭിനയം. ചേച്ചി ഇതൊന്നും കാര്യമാക്കണ്ട. ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേച്ചി ചെയ്തില്ലേ? എന്നിട്ട് മനസ്സിലാക്കാത്തവരെ അവരുടെ വഴിക്ക് വിടുന്നതാ നല്ലത്. അതെ ഏടത്തി, അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. ദയ വഴങ്ങാഞ്ഞിട്ടാണെന്നൊക്കെ അമ്മയ്ക്കറിയാം. അതെ, അത് വിടനു. വാ, മോൻ മുറിയിൽ തനിച്ച. നീ ഒന്ന് അവൻ്റെ അടുത്ത് കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് കിടക്ക്. ചെല്ല്. വീണ്ടും ഈ കുടുംബത്തിന്റെ താളം തെറ്റുവാണല്ലോ ശ്യാമേ. എന്താടാ വിനയ, ആഹാരത്തോടൊരു താല്പര്യക്കുറവ്? വീട്ടിലെത്തിയ സ്ഥിതിക്ക് മനസമാധാനത്തോടെ വല്ലതും കഴിക്കേ. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം വാങ്ങി കഴിക്കണമെന്ന് ആശിച്ചിരുന്നു മാമ. പക്ഷെ ഓരോന്ന് ആലോചിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ജയിലിലെ ഓർമ്മകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കു വിനയ.